ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളി 4 ദിവസമായിട്ടും നടൻ സിദ്ദിഖിനെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. നടന്റെയും സുഹൃത്തുക്കളുടെയും വീടുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനു മുൻപ് തന്നെ മുങ്ങിയതാണ് നടൻ സിദ്ദിഖ്. ഹോട്ടലുകളും വീടുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ്. പക്ഷേ സിദ്ദിഖ് എവിടെയാണെന്ന് കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തിന് പുറത്താണ് സിദ്ദിഖ് ഉള്ളത് എന്നാണ് സൂചന. സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. അതിജീവിത കള്ളസാക്ഷിയെ സൃഷ്ടിച്ചുവെന്നാണ് സിദ്ദിഖിന്റെ ആരോപണം. മസ്കറ്റ് ഹോട്ടലിൽ തന്റെ മുറിയിലേക്ക് എത്തിച്ച ആൾ എന്ന നിലയിലാണ് കള്ളസാക്ഷിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇക്കാര്യം ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും സിദ്ദിഖ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വാദിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ദിഖ്. അതുവരെ ഒളിവിൽ തുടരാനാണ് ശ്രമമെന്നാണ് സൂചന. പിടികൊടുത്താൽ മാസങ്ങൾ റിമാൻഡിൽ കഴിയേണ്ടി വരുമെന്ന ആശങ്കയുമുണ്ട്. ഒളിവിൽ പോയ സിദ്ദിഖിനായി മാധ്യമങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. ദേശാഭിമാനി ദിനപത്രത്തിലും ഒരു ഇംഗ്ലീഷ് പത്രത്തിലുമാണ് ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചത്. സിദ്ദിഖിനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന് നോട്ടീസിൽ പറയുന്നു. റിപ്പോർട്ടർ, കൊച്ചി.